പരിക്കേറ്റ നായയുടെ ഉടമസ്ഥൻ സുജീഷ് നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. സുജീഷ്, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഹലോ, പറയൂ. സുജീഷ്, ഈ താങ്കൾ വളർത്തുന്ന നായ ഏത് ഇനത്തിൽപ്പെട്ട നായയാണത്? ഇത് അഴിച്ചുവിടുന്നതാണോ അതോ അത് പുറത്തേക്ക് പോയി മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കിയതാണോ രാജേഷിനെ പ്രകോപിപ്പിച്ചത്? രാജേഷിനെ പ്രകോപിപ്പിച്ചത് പുറത്തിറങ്ങി ശല്യം ഉണ്ടാക്കിയതാണെന്ന് ചോദിച്ചാൽ അല്ല. അതങ്ങനെ ആരെയും പോയി ഉപദ്രവിക്കാറൊന്നുമില്ല. ഭയങ്കര എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലിയാണ്, ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അവന്റെ കാല് ഇപ്പോൾ ഒന്നിനും പറ്റില്ല എന്നാ പറയുന്നത്. ഇനിയിപ്പോൾ മുറിച്ചു മാറ്റേണ്ടി വരുന്നോ എനിക്കറിയത്തില്ല. ഇവിടെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. എന്താണ് പറയുന്നത് ഡോക്ടേഴ്സ്? ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഇൻഫെക്ഷനൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സർജറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഓണമെല്ലാം കഴിഞ്ഞിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഡ്രസ് ചെയ്ത് തരണം. ഇനിയിപ്പോൾ ഡെയിലി വന്ന് ഡ്രസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയണം. ഭയങ്കര എല്ലാവരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തത് എന്തായാലും തെറ്റ് തന്നെയാണ്. എന്തിനാണ് ഈ രാജേഷ് ഇത് ചെയ്തതെന്ന് അറിയോ സുജീഷിന്? അറിയത്തില്ല. എന്നോടും വല്ല മുൻവൈരാഗ്യം കാണുമായിരിക്കും. മുൻവൈരാഗ്യം ഉള്ളതുകൊണ്ടായിരിക്കാം എന്റെ വളർത്തുന്ന മിണ്ടാപ്രാണിയെ അതിന് ഉപദ്രവിച്ചത്. ഓ, ശരി. അല്ല, ഈ ആക്രമിക്കാൻ എത്തിയതാണ് ഈ വളർത്തുനായ എന്നൊക്കെ അങ്ങനെ ഒരു ഭാഗവും കേട്ടല്ലോ. അങ്ങനെ ഇല്ല എന്നാണോ സുജീഷ് പറഞ്ഞത്? അങ്ങനെ പറയുന്നവർക്ക് പറയാം. പക്ഷേ മറ്റുള്ളവരോട്, എന്റെ ഫാമിലിയോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചാൽ അറിയാം. അവൻ ഫ്രണ്ട്ലിയാണ്, ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ പോലും കാല് പകുതി വെട്ടി മുറിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അവനെ തൊടുമ്പോ ഒന്നും ചെയ്യുന്ന പോലും ഇല്ല, കുരയ്ക്കുന്ന പോലും ഇല്ല ഇത്ര നേരമായിട്ട്. അത്രയും. പിന്നെ അങ്ങനെ ആരെ പോയിട്ട് കടിക്കാൻ പോയി പറയുന്നേ? അത് ഞാനില്ലാത്ത നേരത്ത്. രാജേഷ്, അല്ല സുജീഷ്, ഇത് പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ടതാണ് അല്ലേ? പിറ്റ്ബുൾ. അതെ. ഇത് നിങ്ങൾ ഇത് കെട്ടിയിടാറുള്ളതാണോ അതോ അഴിച്ചുവിടാറാണോ ഉള്ളത് സുജീഷ്? സാധാരണ പിറ്റ്ബുളിന് ഞാൻ വീട്ടിൽ കെട്ടിയിട്ട് വളർത്താറാണ് പതിവ്. അഴിച്ചുവിടാറില്ല. മറ്റുള്ളവരെ ഈ പറയുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ 2-3 നായ്ക്കളെ വളർത്തിയിട്ട് ഒരു വാക്സിനേഷൻ പോലും എടുക്കാതെ വീടിന് ചുറ്റും എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ നായിനെയൊക്കെ അടിക്കുന്നത്. ഞാൻ അതിന്റെ പേരിൽ ഞാനൊന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു അവരോട്. അപ്പൊ അവരതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. 3 നായ്ക്കളെ വീട്ടിൽ വളർത്തിയിട്ട് ചങ്ങല പോലും ഇടാതെ, അതായത് ഒരു വാക്സിനേഷൻ പോലും എടുക്കാതെ അവർ വളർത്തുന്നു. മനസ്സിലായി. സുജീഷിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നോ ഈ പിറ്റ്ബുൾ? അപ്പോഴാണോ ഈ രാജേഷ് ഇത് ചെയ്തത്? വീട്ടിൽ നിന്ന് അതായത് എന്റെ വീടും സുരേഷിന്റെ വീടും തൊട്ടാണ്. അവിടെ നിന്ന് അങ്ങ് പുറത്തോട്ട് ഇറങ്ങി ഉടനെയാ അവര് ചെയ്തേനാ പറയുന്നത്. ഞാനില്ലായിരുന്നു വീട്ടിൽ. എന്റെ അനിയന്മാരെ കണ്ടേ നല്ല അടി അടിച്ചു. അത് കഴിഞ്ഞ് മറ്റേ വെട്ടുകത്തി കൊണ്ട് കാലില് ഒരു 5-6 വെട്ട് വെട്ടി എന്നൊക്കെ പറയുന്നത്. അവരോട് ഞാൻ ചോദിക്കാൻ ചെന്നു, നായ അങ്ങോട്ട് അഴിഞ്ഞു വന്നെങ്കിൽ ഓക്കെയാണ്, ശരിയാണ്. പക്ഷെ ഈ കാലിൽ ആരെ വെട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവരപ്പോഴും എന്നോട് പറയുന്നത് വലിയ അഹങ്കാരത്തോടെ, നിന്റെ നായനെ നീ വീട്ടിലിട്ട് കെട്ടിയിട്ട് വളർന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യും, ഞാനേ ചെയ്ത്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യും, നീ എന്താ ചെയ്യുന്നത്, നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നു.